ഒടുവിൽ അങ്ങനെ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇതായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർവിധി ഈ ഒരു കാലത്തും ഉണ്ടാകില്ലായിരുന്നു. എന്തുകൊണ്ടിത് ചെയ്യാതെ പോയി എന്നുള്ളതാണ് എല്ലാവർക്കുമുള്ളൊരു ചോദ്യം. അതോ ഇപ്പോഴാണോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾക്ക് നാവുണ്ടായത്? ഇപ്പോഴാണോ രാഹുൽ ഗാന്ധിക്ക് സത്യാവസ്ഥ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടായത്? ഇത്ര കാലം ഒരു സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു മുട്ടത്തോടിനുള്ളിൽ അടയിരിക്കുകയായിരുന്നോ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശീയ നേതാവ്? ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു ദേശീയ നേതാവിൻ്റേതായ ഒരു മുഖഭാവമൊക്കെ വന്നതായി തോന്നുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി, ഇന്ത്യ അലയൻസ്, ആ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് എന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി മിനിമം മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കാതെ പോയതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാജയമായി നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ പറയുന്ന DMK അടക്കമുള്ള, ആം ആദ്മി പാർട്ടി അടക്കമുള്ള, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളെയും തള്ളിക്കളയേണ്ട ഒരാവശ്യമേ ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ആവശ്യത്തിലേക്കാണ് അക്ഷരാർത്ഥത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നിങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എടുത്തിരുന്ന ഒരു വൃത്തികെട്ട ഒരു നിലപാട്. എന്തിനു വേണ്ടി? ഇവിടെ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ഇവിടെ മലമറിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ, ആ തോന്നൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇന്ത്യ മുന്നണി തകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരായി മാറിയിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നു രാജ്യത്തെ. പലയിടങ്ങളിലും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് ആണ് ജോൺ ബ്രിട്ടാസ് ഉയർത്തിയ ഒരു വലിയ കാര്യം അത് തന്നെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വരെ കേരളത്തിൽ വന്നിരുന്നുകൊണ്ട് പിണറായി വിജയനെതിരെ കുറ്റം പറയുന്നു. പിണറായി വിജയനെ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇവിടെ BJPയും CPMും തമ്മിൽ ഡീല് നടക്കുന്നു എന്ന് ഇവിടെ ആരോപിക്കുന്നു. ഇത് പറയേണ്ടത് KC വേണുഗോപാൽ വരെയുള്ള ലോക്കൽ നേതാക്കന്മാരാണെന്നും ദേശീയ നേതാക്കന്മാരായ രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ അത് പറയാൻ ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയല്ലേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, പിണറായി വിജയനെ തൊടാൻ ED തയ്യാറാകുന്നില്ല. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിക്കുള്ളിലെ ഒരു രാഷ്ട്രീയ കക്ഷിയായ CPM എന്ന് പറയുന്ന ഒരു ഘടകകക്ഷിയിൽപ്പെട്ട നേതാവിനെ, അതും കേരളത്തിലെ നേതാവിനെ, ആ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന അതിൻ്റെ നേതാവായിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്ത് വിരോധാഭാസമാണ്? അതുകൊണ്ടാണ് അഖിലേന്ത്യാ സെക്രട്ടറി CPMൻ്റെ പങ്കെടുക്കാതിരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പകരം കത്ത് നൽകി. അപ്പം ഇവിടെ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ പറയുകയാണ്, ഇവിടുത്തെ കേരളത്തിലെ നേതാക്കന്മാർ എഴുതി തന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചില വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ത് മോശപ്പെട്ട കാര്യമാണ്. അപ്പം കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി കയ്യിൽ തരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്താ അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? അതങ്ങനെ പറയുന്നത് രാഷ്ട്രീയമായി ശരിയാണോ എന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചിന്തിച്ചില്ല? അപ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് കേവലം വോട്ട് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലം, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചതാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 100 ദിവസമായി ഒരു കല്ലിട്ടിട്ട് പോയിട്ട്, എന്നിട്ട് ആ കല്ലിൻ്റെ വളർച്ചയെക്കുറിച്ചോ ആ കല്ലിന് ആരെങ്കിലും വളരാൻ വേണ്ടി അല്പം വെള്ളമോ വളമോ നൽകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും കേരളത്തിലേക്കൊന്ന് വന്നു പോയിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി ഈ 100 ദിവസം കഴിഞ്ഞിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ വരാതെ പോയത്? അത് രാഹുൽ ഗാന്ധി ചെയ്ത് ഏറ്റവും അങ്ങേയറ്റത്തെ അപരാധം തന്നെയല്ലേ? അപ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കേണ്ടി വരും. അത് UDFൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, CPMനെ കൂടെ നിർത്തുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. എന്നിട്ട് പോലും ഈ 100 ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ കല്ല് കിളിച്ചോ എന്നറിയാൻ വേണ്ടി പോലും രാഹുൽ ഗാന്ധി എത്തി നോക്കാത്തത് തെറ്റായ പ്രവണത തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പ്രിയങ്ക ഗാന്ധി എവിടെ പോയി? അന്ന് ആ വേദിയിൽ നിന്നുകൊണ്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ തല്ലുപിടിച്ച കഥയാണ് ജനങ്ങളോട് പറഞ്ഞത്. എന്നിട്ടും ആ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നംപറ്റയിൽ കിടക്കുന്ന സ്ഥലം ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കാനുള്ളൊരു കഴിവില്ലാതെ പോയത് രാഹുൽ ഗാന്ധിക്ക്? എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരായിട്ട് പ്രസംഗിച്ചതിന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുറ്റബോധം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല.
കാര്യം നിങ്ങളൊക്കെ ദേശീയ നേതാക്കന്മാരാണ്. ദേശീയ രീതിക്കനുസരിച്ച് ഈ സമീപനം കൊണ്ടല്ലേ പലരും ഈ പറയുന്ന സമാജ്വാദി പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും തൃണമൂൽ കോൺഗ്രസിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഈ രാഹുൽ ഗാന്ധിയോട് സലാം വെച്ചിട്ട് പോയത്. ഇവിടെ എന്തായിരുന്നു ഈ ഇന്ത്യ മുന്നണിയുടെ ഉദ്ദേശലക്ഷ്യം? ഇവിടുത്തെ സർക്കാർ, കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്നും അവരിവിടെ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന നയപരിപാടികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളതല്ലെന്നും ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ തയ്യാറായത്? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഹരിയാന തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇതിൻ്റെ ഒരു പതനം ആരംഭിക്കുകയല്ലേ? പിന്നീട് ഇങ്ങോട്ട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് തന്നെ ഇതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കുകയല്ലേ? മനോജ് സിസോദിയെയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ അരവിന്ദ് കെജ്രിവാളും അടക്കം തിഹാർ ജയിലിലേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാരായിരുന്നു ഇതേ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ആയിരുന്നില്ലേ? ഡൽഹി PCCയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ആദ്യമായി ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ ആരോപണം ഉയർന്നത്? അതുകൊണ്ടല്ലേ ഡൽഹിയിൽ നിന്ന് രേഖാ ഗുപ്ത എന്ന് പറയുന്ന ഒരു നേതാവ് ഭരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുന്നണി മര്യാദകൾക്ക് പോലും യാതൊരു തരത്തിലുള്ള വാല്യവും അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും കൊടുക്കാതെ ആ സർക്കാരിനെ, നിലവിലുള്ള ഡൽഹിയിലുണ്ടായിരുന്ന സർക്കാരിനെ പോലും അട്ടിമറിക്കാൻ കൂട്ടുനിന്നവരാണ് കോൺഗ്രസ് പാർട്ടിക്കാർ. അതേപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കണം എന്ന് വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നവരായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു. അതിന് ഇനിയൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ കുറ്റം ഏറ്റു പറയുന്നതുകൊണ്ട് കാര്യമില്ല. എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി തന്ന പ്രസംഗം ഞാൻ അതുപോലെ വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റത്തെ അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചത്? DMKയുമായി ഉള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയില്ലേ? കേരളത്തിൽ പിന്നെ 2 മുന്നണികളാണ് മത്സരിക്കുന്നത്, UDF എന്നും LDF എന്നും. അതിൽ UDFനെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. LDF UDF 2 മുന്നണികൾ. അതേസമയം ഒരു ദേശീയ നേതാവ്, കോൺഗ്രസിനെ നയിക്കുന്ന, ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു ദേശീയ നേതാവ് പ്രസംഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അങ്ങ് ഇവിടെ വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റായ സമീപനമാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ചെയ്തത്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്തായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഉണ്ടായത്? ഇതേ രാഹുൽ ഗാന്ധിയുടെ അമ്മയായ സോണിയാഗാന്ധി എന്ന് പറയുന്ന ആളിനോടൊപ്പം ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നില്ലേ? അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അടക്കമുള്ള നേതാക്കന്മാർക്കൊപ്പം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന വിമർശനങ്ങളെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോയത്? അപ്പം രാഹുൽ ഗാന്ധി സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ജൻബൻ ടണ്ണിൽ വന്നു കയറിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അതെടുത്ത് നോക്കിയാൽ പോരായിരുന്നു സ്വർണം കട്ടവൻ ആരപ്പ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിന് പകരമായി? അപ്പോൾ അതായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്. അപ്പം കേരളത്തിലുള്ള നേതാക്കന്മാർ എന്ത് വിഡ്ഢിത്തരം എഴുതി തന്നാലും, കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവ് എന്ത് വിഡ്ഢിത്തരം എഴുതി തന്നാലും അത് ഒരു പ്രസംഗപീഠത്തിൽ കയറി എന്നുകൊണ്ട് പറയുന്ന ഒരു വെറുമൊരു രാഷ്ട്രീയക്കാരനായി ഒരു ദേശീയ നേതാവ് അധപ്പതിച്ചോ എന്ന് ചോദിക്കേണ്ടി വരും. ആ രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം. അപ്പോൾ ആ രീതിയിൽ അധപ്പതിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിന് ഇതാ ഇപ്പോൾ സാഷ്ടാംഗം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാപ്പ് പറയേണ്ട ഗതികേടുണ്ടായത്. അത് മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് നിന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ വിദൂര സ്വപ്നമായ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇനി അങ്ങേക്ക് ആകെപ്പാടെ 10-20 വർഷം കൂടി ഉണ്ടാവാം ഈ രാഷ്ട്രീയത്തിൽ. 4 തവണ ഇതിനിടയിൽ മന്ത്രിസഭകൾ മാറി വരികയും ചെയ്തേക്കാം. ഈ 4 തവണയിൽ വരുമ്പോൾ ഒരു 4ാം തവണയെങ്കിലും പ്രധാനമന്ത്രിയായി രാജ്യത്തിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ രാജ്യത്തെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നേ. അപ്പോൾ മുന്നണി ബന്ധം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ, അയവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ ആയിരിക്കണം കേരളത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.